പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ജീവിതം മുഴുവനും ഇമോഷൻസിനാൽ നിറഞ്ഞതാണ്. ഇമോഷൻസ് പറയുമ്പോൾ അതിനകത്ത് സന്തോഷമുണ്ട്, ദുഃഖമുണ്ട്, ആധിയുണ്ട്, നിരാശകളുണ്ട്, സമാധാനവുമുണ്ട്. ചില ദിവസം കുഞ്ഞെ നിനക്ക് തോന്നുന്നു നീ വളരെ സ്ട്രോങ് ആണെന്ന്. എന്നാൽ ചില ദിവസം ജീവിതഭാരം കൊണ്ട് നീ നിലംപരിചായി പോകുമോ എന്നുള്ള തോന്നൽ നിന്നെ ഭരിക്കുന്നില്ലേ? എന്നാൽ ഒരു സന്തോഷവർത്താനമുള്ളത്, കർത്താവ് നിന്നോട് പറയുക, നിൻ്റെ വറിയെല്ലാം കൂടെ അവൻ്റെ അടുക്കൽ കൊണ്ടുചെല്ല. പലതരത്തിലുള്ള വറീസുണ്ട്. നമ്മൾ തിരുവചനം നോക്കുമ്പോൾ ഓരോരുത്തരും ഫേസ് ചെയ്ത വറി, അവർ ഫേസ് ചെയ്ത പ്രോബ്ലം അത് വ്യത്യസ്തമാണ്. എന്നാൽ നിനക്കുള്ള വറി എന്താണെന്ന്, ആ സ്ട്രെസ്സ് എന്താണെന്ന് നീ ഓപ്പണായിട്ട് ദൈവത്തോട് പറയാൻ തുനിയണം. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ. കുഞ്ഞെ, നിൻ്റെ ബാങ്ക് അക്കൗണ്ട് കണ്ട് നീ ഭാരപ്പെട്ട സമയമല്ലേ? ഇതിനെ എങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൂട്ടിക്കൊണ്ടുപോയി കാര്യങ്ങൾ നടത്താമെന്നോർത്ത് നീ ഭാരപ്പെട്ടിട്ടില്ലേ? ചില സമയത്ത് നീ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഫ്രിഡ്ജിൻ്റെ അകം കണ്ട് നിനക്ക് ചില ഫീലിങ്സ് വന്നിട്ടില്ലേ? എൻ്റെ ഫാമിലിയെ ഞാൻ എങ്ങനെ തീറ്റിപ്പോയിട്ട് വന്ന്. ബേസിക്കായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർത്ത് നാം വറിയടിക്കാറുണ്ട്. പണം, ഭക്ഷണം, ധരിക്കാനുള്ള വസ്ത്രം, ബില്ലുകൾ, അല്ലേ? ഇതൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ സമാധാനത്തെ അത് മോഷ്ടിച്ചു കൊണ്ടുപോകും. യേശു കർത്താവിന് അറിയാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ എല്ലാത്തിനെക്കുറിച്ചും പറയുന്നുണ്ട്. കുറിവാക്യമായിട്ട് ഒരു വാക്യം മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. പലർക്കും റിട്ടയർമെൻറ്റ് പ്ലാൻസ് ഒക്കെ ഉണ്ട്. എന്നാൽ നാളത്തെ കാര്യമോർത്ത് ഭയങ്കര വറിയുമാണ്. യേശു കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത്, വിചാരപ്പെടരുത്, വറിയടിക്കരുത്. ദൈവം തന്നെ കേൾക്കുന്നവരോട് പറയാമെന്ന് ആഗ്രഹിക്കുന്നൊരു കാര്യം, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുക. തൻ്റെ സൃഷ്ടിയുടെ ഓരോ സൃഷ്ടിയുടെയും എവ്രി ഡീറ്റെയിൽ, ഹല്ലേലൂയ, കർത്താവ് കൺസേൺഡ് അതേക്കുറിച്ച് കേട്ടോ. പറക്കുന്ന പക്ഷികളെക്കുറിച്ച് അവൻ പറയുന്നുണ്ട്. നിങ്ങൾ താഴോട്ട് വായിച്ചാൽ മതി. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ താഴോട്ട് വായിച്ചാൽ ആകാശത്തിലെ പറവകളെക്കുറിച്ച് പറയുന്നുണ്ട്. പിതാവ് എങ്ങനെയാണ് അവരെ പുലർത്തുന്നതെന്ന്. വയലിലെ താമരയെക്കുറിച്ച് പറയുന്നുണ്ട്. പുല്ലിനെക്കുറിച്ച് പോലും പറയുന്നുണ്ട്. ബേർഡ്സും ഫ്ലവേഴ്സും എല്ലാത്തിനും ദൈവം വേണ്ടത് പ്രൊവൈഡ് ചെയ്യുന്നു. എന്നിട്ട് ദൈവം ഒരു കാര്യം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 33 പറയുന്നുണ്ട്, മുമ്പേ ഒരു രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഈ വറി ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴും എന്തിനാണെന്നറിയാവോ? നമുക്ക് എന്താണ് കുറവ്, നമുക്ക് എന്താണ് ഇല്ലാത്തത്, അതിനെ ഓർത്താണ് വറി. ഞാൻ പറയട്ടെ, ഫെയ്ത്ത് സൂം ഔട്ട് ചെയ്തിട്ട് ദൈവത്തിൻ്റെ കരുതലിനെ കാണും, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കാണും, ദൈവത്തിന് നമുക്ക് തരാനുള്ള പ്രൊവിഷനെ കാണും. എന്നാൽ നാം ദൈവത്തെ ഫസ്റ്റായിട്ട് കാണുകയാണെങ്കിൽ നാം ഏതൊക്കെ സംഗതിയെ നാം ഫോക്കസ് ചെയ്യുന്നുണ്ടോ അതിന്മേലൊക്കെ ഒരു സമാധാനം അനുഭവിക്കാൻ നമുക്ക് കഴിയും. ആങ്സൈറ്റി വരത്തില്ല, ഭയം വരത്തില്ല. ആ വറിയിൽ നിന്ന് നാം ഫ്രീ ആകും. എല്ലാ ബില്ലും ഒറ്റ രാത്രി കൊണ്ട് വാനിഷ് ചെയ്യുമോ? അങ്ങനൊന്ന് വാനിഷ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നീ ഒറ്റയ്ക്ക് വെയിറ്റ് ചെയ്യുമെന്ന് ഭാരപ്പെടുക അല്ലേ? പലപ്പോഴും നിൻ്റെ ചോദ്യം, വാട്ട് ഇഫ്, ഇങ്ങനെയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ, ഇങ്ങനെ സംഭവിച്ചെങ്കിൽ, ഇതല്ലേ?
എന്നാൽ എത്ര പ്രാവശ്യം പറയാൻ പറ്റും ദൈവം എന്നോടുകൂടെ ഉണ്ട് എന്ന്? സിമ്പിളായിട്ട് ഞാൻ പറയുവാണെങ്കിൽ, അവനെ നിൻ്റെ സ്ട്രെസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. എന്നിട്ട് നിൻ്റെ കൺസേൺസൊക്കെ, എൻ്റെ കർത്താവേ നീ ഒന്ന് എനിക്ക് വേണ്ടി ക്യാരി ചെയ്യണമെന്നൊന്ന് പറയാമോ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാമോ? അത് തീർച്ചയായിട്ടും നിൻ്റെ ജീവിതത്തിൽ ആശ്വാസമേ കൊണ്ടുവരത്തുള്ളൂ. പ്രൈസ് ഗോഡ്. നമുക്കറിയാം, ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നാം മാർത്തയെ കാണുന്നുണ്ട്, മറിയെ കാണുന്നുണ്ട്. മറിയ കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് പഠിക്കും. എന്നാൽ മറിയ പഠിക്കുന്നത് പോലെ പഠിക്കുവാൻ മാർത്തയ്ക്ക് കഴിയത്തില്ല. മറിയ കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് അവൻ്റെ വചനം കേൾക്കും. മാർത്ത പലതിനെ ചൊല്ലി കുഴയുക. യേശുവിന് ഭക്ഷണം പ്രിപ്പയർ ചെയ്യുക സമ്മതിച്ചു, ഹോസ്പിറ്റാലിറ്റി അവൾക്കുണ്ട്. പക്ഷെങ്കിൽ ഷീസ് റണ്ണിങ് ഓൾ അറൗണ്ട് ലൈക്ക് ക്രേസി ആൻഡ് സ്ട്രെസ്ഡ് പേഴ്സൺ. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, മാർത്തയ്ക്ക് കൈമുതലായിട്ടുള്ളത് കംപ്ലയിൻസ് മാത്രമാണ്. യേശു കർത്താവ് പറഞ്ഞു, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നു. മറിയ തിരഞ്ഞെടുത്തത് ശ്രേഷ്ഠമാണ്. മേരി ഹാസ് ചോസൺ വാട്ട്സ് ബെറ്റർ. അത് മാർത്തയെ നാണം കെടുത്തുകയല്ല, അവളുടെ വർക്ക് വലിയ കാര്യമൊന്നും അല്ലെന്ന് പറയുമല്ല. പക്ഷേ ഒന്നുകൂടി ആഴമായിട്ടുള്ള, വിലയുള്ള, മൂല്യമുള്ള, സംതിങ് ഡീപ്പറായിട്ടുള്ള കാര്യം, അതിനെക്കുറിച്ച് ദൈവം അവളെ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ ഓരോരുത്തരുടെയും മൂല്യം അറിയുന്നത് ബൈ പ്രൊഡക്ടിവിറ്റി. ചർച്ചിൽ പോലും നമുക്ക് നമ്മുടെ വാല്യൂ മനസ്സിലാകുന്ന എപ്പോഴാണ്? കർത്താവിനോട് കൂടെ നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി നാം എന്ത് ചെയ്യുന്നു എന്നുള്ളത് ആശ്രയിച്ച. യേശു കർത്താവ് ആഗ്രഹിക്കുന്നൊരു കാര്യം, സിറ്റ് വിത്ത് മീ, എന്നോടുകൂടെ അല്പം സമയം ചെലവഴിക്കുക. ഹല്ലേലൂയ. ജീവിതത്തിൽ ഒത്തിരി ടു ഡു ലിസ്റ്റ് ഞാനിങ്ങനെ എഴുതി വെക്കാറുള്ള ആളാണ്. ഇത് ചെയ്യണം, ഇത് ചെയ്യണം, ഇത് ചെയ്യണം, അല്ലേ? അപ്പം അതിന് നാം തന്നെ ഡെഡ് ലൈൻസ് വിടും. എന്നാൽ ഒന്ന് പോസ് ചെയ്ത് ദൈവവുമായിട്ട് അല്പസമയം മാറിയിരിക്കാൻ കുഞ്ഞെ നീ ചൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം, കുറച്ച് മിനിറ്റെങ്കിലും. ഹല്ലേലൂയ. നിൻ്റെ ഡെഡ് ലൈൻസിലേക്ക് യേശുവിനെ ഇൻവൈറ്റ് ചെയ്തവനോട് കാര്യം പറ. അല്ലാതെ നിൻ്റെ ബിസിനസ് കൊണ്ട് ദൈവത്തെ ഇമ്പ്രസ് ചെയ്യാൻ നോക്കരുതേ. അവൻ്റെ പ്രസൻസ് ആഗ്രഹിച്ച് നിൻ്റെ സമയം അവന് വേണ്ടി കൊടുക്കുന്നതാ വിലയേറിയ കാര്യം. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ പൗലോസ് അനുഭവിച്ച ഒത്തിരി കഷ്ടങ്ങളെക്കുറിച്ച് താൻ തന്നെ പറയുന്നുണ്ട്. ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടി കൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദരാൽ ഞാൻ 1 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടിക്കപ്പെട്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ചേതലാകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ളസഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കളിപ്പ്, പൈദാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നിങ്ങനെയുള്ള സാധാരണ സംഗതികൾ ഭവിച്ചതുകൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ട്. ഹല്ലേലൂയ. പൗലോസ് ആൾക്കാരെക്കുറിച്ച് വളരെ കൺസേൺഡായിരുന്നു. അവരുടെ വിശ്വാസത്തെക്കുറിച്ച്, അവരുടെ ഐക്യതയെക്കുറിച്ച്, അവരുടെ ആത്മീയ ആരോഗ്യത്തെക്കുറിച്ച് അവൻ കൺസേൺഡായിരുന്നു. അവൻ മാറി നിന്ന ഒരു നേതാവല്ല. ഹല്ലേലൂയ. അവരുടെ ആഗ്രഹങ്ങളെയും അവരുടെ പ്രയാസങ്ങളെയും അവൻ ദൈവമുമ്പാകെ വെക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെയുള്ള സ്നേഹം, ദാറ്റ് കൈൻഡ് ഓഫ് ലവ് ഈസ് ബ്യൂട്ടിഫുൾ, ബട്ട് ഇറ്റ് ഈസ് ഓൾസോ എക്സോസ്റ്റിംഗ്. ഹല്ലേലൂയ. എന്നാൽ പൗലോസ് 2 കൊരിന്ത്യർ 12-ാം അധ്യായം വരുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു എന്ന് പറഞ്ഞ് താൻ തൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കുക. ആരെയും ഇമ്പ്രസ് ചെയ്യാനായിട്ട് താൻ ശ്രമിക്കുമല്ല, എന്നാൽ
അവൻ വീക്കാണെന്നുള്ള കാര്യം അവൻ തന്നെ അഡ്മിറ്റ് ചെയ്യുക. എന്നിട്ട് തന്നെ കൃഷി ചെയ്യാൻ അനുവദിക്കാതെ വണ്ണം അവൻ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുക. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, നമ്മുടെ ഭവനങ്ങളും അങ്ങനെയായിത്തീരട്ടെ. വെയിറ്റ് എല്ലാം നീ എടുത്ത് തന്നെ ചുമക്കാൻ പോകരുതേ. ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി യാചിക്കുക. സ്ട്രെങ്ത് ഈസിൻറ്റ് പ്രിറ്റൻഡിങ് യു ആർ ഫൈൻ. നീ ഫൈനായിട്ടിരിക്കുവാന്ന് പറഞ്ഞുകൊണ്ട് അത് നിൻ്റെ ബലമാന്ന് കരുതരുതേ. യേശു കർത്താവിനെ ചാരുന്ന ഏറ്റവും വലിയ കാര്യം. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ പ്രൈസ് ഗോഡ് ഒരു വലിയ വിഷയമാണ്. കർത്താവിൽ വിശ്വസിക്കുക, അവൻ നിന്നെ ഒരിക്കലും ലജ്ജിപ്പിക്കത്തില്ല. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നിൻ്റെ സ്നേഹത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരിക്കലും ഞങ്ങൾ ബലഹീനരാണെന്ന് തോന്നാതെ, അത് പറയാതെ, ഞങ്ങളുടെ ഫോക്കസ് നിന്നിലായിക്കൊണ്ട് നിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി അനുഭവിച്ച് മുന്നോട്ട് പോകാൻ കൊണ്ട് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.